പാലക്കാടാണ് കേട്ടോ ഈ സംഭവം നടക്കുന്നത്. ചുടുകട്ടയുടെ ഗന്ധമുള്ള സ്വപ്നങ്ങൾക്ക് വിശാലമായ ആ ഒരു കട്ടക്കളം. സൂര്യൻ ഉദിച്ചിരുന്നത് മുതൽ അസ്തമിക്കുന്നത് വരെ നീളുന്ന കഠിനാധ്വാനത്തിൻ്റെയും വിയർപ്പിൻ്റെയും ഗന്ധമാണ് സുമയ്ക്ക്. 20 വയസ്സ് മാത്രം പ്രായമുള്ള അവൾക്ക് അതൊരു തൊഴിൽ സ്ഥലം മാത്രമായിരുന്നില്ല, ജീവിതത്തിൻ്റെ ഒരു പാഠശാല കൂടിയായിരുന്നു. സുമയുടെ ലോകം നഗരത്തിരക്കിൽ നിന്നും ഏറെ അകലെ ഒരു ചെറിയ ഗ്രാമത്തിലെ ചൂട് കട്ടക്കളമായിരുന്നു. മണ്ണിൽ നിന്നും വെള്ളം ചേർത്ത് കുഴച്ച് അച്ചിലിട്ട് നിരത്തി ഉണക്കി ചൂളയിൽ വെന്തുവരുന്ന ഓരോ കട്ടയും അവളുടെ കുടുംബത്തിൻ്റെ അന്നമായിരുന്നു. അച്ഛന് വയ്യാതായപ്പോൾ 9ാം ക്ലാസ്സിലെ പഠനം നിർത്തിയതാണ്. മറ്റെങ്ങും പോകാനില്ലാത്തതിനാലാണ് സുമ ഈ പണിക്കിറങ്ങിയത്. പകൽ മുഴുവൻ വെയിലും ചൂളയുടെ പുകയും സഹിച്ച് കട്ടകൾ അടുക്കുമ്പോഴും വൈകുന്നേരം വേദനിക്കുന്ന കൈകൾ കഴുകി വീടിൻ്റെ മൂലയിലിരിക്കുമ്പോൾ അവളുടെ മനസ്സിൽ ഒരൊറ്റ ചിന്തയുണ്ടായിരുന്നുള്ളൂ: വിദ്യാഭ്യാസം. താനുപേക്ഷിച്ച ആ പുസ്തകങ്ങളെ അവൾ വല്ലാതെ മിസ് ചെയ്യുന്നുണ്ടായിരുന്നു. കൂട്ടുകാർ കോളേജിൽ പോകുന്നതും നഗരങ്ങളിൽ നല്ല ജോലികൾ ചെയ്യുന്നതൊക്കെ അവൾ കേട്ടറിഞ്ഞു. ദിവസവും 800ഓളം കട്ടകൾ അടുക്കി തീർക്കുമ്പോൾ കിട്ടുന്ന തുച്ഛമായ കൂലിയിൽ നിന്നും അമ്മ അറിയാതെ ഒരു ചെറിയ തുക അവൾ മാറ്റിവെക്കാൻ തുടങ്ങി. ആരും കാണാതെ പഴയൊരു നോട്ട്ബുക്കിൽ അവൾ പഠനം ആരംഭിച്ചു. രാത്രിയിലെ മങ്ങിയ മണ്ണെണ്ണ വിളക്കിൻ്റെ വെളിച്ചത്തിൽ പകൽ ചെയ്ത കഠിനാധ്വാനം മറന്ന് അവൾ വായിച്ചു. ഗണിതമായിരുന്നു അവളുടെ ഇഷ്ടവിഷയം. ഓരോ കണക്കും ഒരു പസിൽ പോലെ അവൾക്ക് തോന്നി. ഒരു വർഷം കഴിഞ്ഞപ്പോൾ കട്ടക്കളത്തിലെ ഉടമസ്ഥൻ രാഘവൻ ചേട്ടൻ സുമയുടെ കാര്യങ്ങൾ ശ്രദ്ധിച്ചു തുടങ്ങി. ആത്മാർത്ഥതയും വേഗമുള്ള ഒരു ജോലിക്കാരിയായിരുന്നു അവൾ. ഒരു ദിവസം രാത്രി സുമ പഠിക്കുന്നത് അദ്ദേഹം കാണാനിടയായി. സുമ, നിനക്ക് ശരിക്കും പഠിക്കണമെന്ന് ആഗ്രഹമുണ്ടോ? രാഘവൻ ചേട്ടൻ ചോദിച്ചു. സുമയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉണ്ട് ചേട്ടാ, പക്ഷേ ഇത്രയും പണി ചെയ്തിട്ട് എനിക്ക് സമയം കിട്ടാറില്ല. അത്ഭുതമെന്ന് തന്നെ പറയട്ടെ, രാഘവൻ ചേട്ടൻ അവൾക്ക് ഒരു വാഗ്ദാനം ചെയ്തു. നാളെ മുതൽ നീ പകൽ ഒരു ഷിഫ്റ്റ് മാത്രം ജോലി ചെയ്താൽ മതി, ബാക്കി സമയം പഠിക്കാം, കൂലി കുറയ്ക്കില്ല. പക്ഷേ നീ നന്നായി പഠിച്ചു പരീക്ഷ എഴുതണം. ആ വാക്കുകൾ സുമിക്ക് കിട്ടിയ ഏറ്റവും വലിയൊരു സമ്മാനമായിരുന്നു. പുതിയ തുടക്കമായിരുന്നു. അവൾ പിന്നീട് പഠനത്തിൽ മുഴുകി. 10 വർഷം മുമ്പ് ഉപേക്ഷിച്ച പഠനം ആത്മവിശ്വാസത്തോടെ അവൾ വീണ്ടെടുത്തു. കട്ടക്കളത്തിലെ രാഘവൻ ചേട്ടൻ്റെ മകൻ എഞ്ചിനീയറിംഗ് പഠിക്കുന്ന അജിത്ത് അവൾക്കൊരു ഗൈഡായി. 5 മാസം രാപ്പകൽ പഠിച്ച ശേഷം 10ാം ക്ലാസ് തുല്യതാ പരീക്ഷ അവൾ എഴുതി. ഫലം വന്നപ്പോൾ സുമ ഉയർന്ന മാർക്കോടെ വിജയിച്ചു. അതോടെ അവളുടെ ആത്മവിശ്വാസം വാനോളമായിരുന്നു. പിന്നെ അവൾക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. രാഘവൻ ചേട്ടൻ്റെ സഹായത്തോടെ തന്നെ കൊമേഴ്സ്യൽ വിഷയത്തിൽ അവൾ +2 തുല്യതാ പരീക്ഷയും എഴുതിക്കെടുത്തു. ഇന്ന് സുമ കട്ടക്കളത്തിലെ ഒരു അക്കൗണ്ടൻ്റാണ്. രാഘവൻ ചേട്ടൻ്റെ സ്ഥാപനം വലുതാക്കി. അതോടൊപ്പം സുമയ്ക്ക് പുതിയൊരു സ്ഥാനവും നൽകി. അവൾ ആ കട്ടക്കളത്തിൽ കണക്കുകൾ എഴുതുന്നുണ്ട്. വൈകുന്നേരം ഗ്രാമത്തിലെ പാവപ്പെട്ട കുട്ടികൾക്ക് ട്യൂഷൻ എടുക്കുന്നുണ്ട്. ചെറുവറ്റി ഉണങ്ങിയ മൺകട്ടകൾ ഇന്ന് അവളുടെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. എന്നാൽ ഇന്ന് ആ കട്ടകളിൽ പൊടിയിൽ അവളുടെ സ്വപ്നങ്ങൾ ഒളിഞ്ഞിരിക്കുന്നില്ല, മറിച്ച് അവളുടെ വിജയം വിളിച്ചോതുന്നുണ്ട്. കഠിനാധ്വാനവും നിശ്ചയദാർഢ്യവും അവസരങ്ങൾ മുതലെടുക്കാനുള്ള മനസ്സുമുണ്ടെങ്കിൽ ഏത് പ്രതികൂല സാഹചര്യത്തിൽ നിന്നും ഒരു ജീവിതം കെട്ടിപ്പടുക്കാമെന്ന് സുമ അവളുടെ ജീവിതം കൊണ്ട് തെളിയിച്ചു. ഇതാണ് നമ്മുടെ കൊച്ചു കഥ. വീണ്ടും നമുക്ക് പുതിയൊരു കഥയുമായിട്ട് കാണാം.